നമസ്കാരം. നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളെയോ അതല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പിണങ്ങിപ്പോയവരെയോ നല്ല സ്നേഹത്തോട് നിന്നിട്ട് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു പോയവരൊക്കെ നമ്മുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിൽക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വശീകരണം. അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തി ആരാണെങ്കിലും നമ്മുടെ കൂടെ സ്നേഹത്തോടു കൂടി നമ്മുടെ കൂടെ തന്നെ നിൽക്കും. നിങ്ങൾക്ക് അതിന് ആഗ്രഹമുണ്ട്, കൂടുതൽ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. പിന്നെ ഏത് വ്യക്തിയാണെങ്കിലും ശരി, നമ്മൾ ഒരു വ്യക്തിയോട് അടുക്കുമ്പോൾ തുടക്കത്തിലൊക്കെ നല്ല സ്നേഹത്തോടെ പെരുമാറും. അങ്ങനെ പെരുമാറുന്നവർ പിന്നീട് നമ്മളെ വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥ വരും. അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹം പറഞ്ഞിട്ടുണ്ടാവില്ല, ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കും. അതെങ്ങനെ പറയും എന്നാലോചിച്ച് നിൽക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചെയ്യുന്നത് നമുക്ക് പരിചയമുള്ള വ്യക്തികളെ, നമ്മൾ സംസാരിച്ചിട്ടുള്ള വ്യക്തികളെ, നമ്മൾ ഇടപഴകുന്ന വ്യക്തികളെ, അങ്ങനെയുള്ളവരെയാണ് നമുക്കിതിന് കൂടുതലും കൊണ്ടുവരാൻ പറ്റുന്നത്. അതല്ലാതെ ഏതെങ്കിലും നമ്മൾ കണ്ടു പരിചയമില്ല, നേരിട്ട് പരിചയമില്ല, ഒന്നുമില്ലാത്ത ഒരാളെ കൊണ്ടുവരലൊന്നും നടക്കുന്ന കാര്യമല്ല. നമ്മൾ അത്രയും സ്നേഹിച്ച ആ വ്യക്തിയോട് സംസാരിച്ച് ഇടപഴകിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെയാണ് നമുക്കിതിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നത്. അത് കൃത്യമായിട്ട് ആ കാര്യം അത് മനസ്സിലാക്കി അതേപോലെ തന്നെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എത്ര ശത്രുതയിലായിപ്പോയവരാണെങ്കിലും ശരി, ചിലപ്പോൾ ഒരുപാട് സ്നേഹിച്ചതിന് ശേഷമായിരിക്കും അങ്ങനെ ആയവരാണെങ്കിൽ കൂടി അവർ തിരിച്ചു വരും. ഇത് ഒരുപാട് സ്നേഹത്തിൽ കഴിഞ്ഞ വ്യക്തികൾ അവർ തമ്മിൽ പിരിയുമ്പോൾ അതല്ലെങ്കിൽ സ്നേഹിച്ച വ്യക്തിയെ കിട്ടാതിരിക്കുന്ന അവസ്ഥ പറഞ്ഞാൽ എപ്പോഴും മാനസികമായി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകും. എന്ത് ചെയ്യുമ്പോഴും അവരുടെ ഓർമ്മ, എപ്പോഴും അവരെക്കുറിച്ചുള്ള ചിന്ത, ജോലിയോ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, നമ്മളാകെ ഒരു താഴ്ന്ന ലെവലിലേക്ക് പോകും. അത്രയും വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ വരും. നമ്മുടെ ജീവിതം നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയാൻ തുടങ്ങും. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത്. കാരണം അവരില്ലാതെ മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വന്നാൽ മാത്രമേ അതിന് നിൽക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ വിട്ട് കളയാം. നമുക്ക് ആ വ്യക്തി ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകൂ, മാനസിക ഇത് മാറിക്കിട്ടൂ. അല്ലെങ്കിൽ നമ്മളോട് ചെയ്തതിന് നമ്മുടെ മനസ്സ് ശാന്തമാവണമെങ്കിൽ അവർ വേണം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വശ്യകർമ്മത്തെക്കുറിച്ച് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. അത് ചെയ്ത ആ കാര്യം മനസ്സിലാക്കി അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം കൃത്യമായിട്ടും നടക്കും. അപ്പോൾ നന്ദി, നമസ്കാരം.